الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനനായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സൂക്ഷിച്ചും ഭയപ്പെട്ടും പടച്ചവന്റെ കൽപ്പനകൾക്കും ജീവിത ഇടപാടുകളെ മുഴുവനും വിധേയപ്പെടുത്തി തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് അവസാന ശ്വാസം വരെയും നിലനിന്നു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ ഇഷ്ടങ്ങൾക്ക് വിട്ടുകൊടുത്ത ജീവിതത്തിന്റെ ഉടമകളായി ഈ ലോകത്ത് അല്ലാഹു നൽകിയ ആയുസ് കഴിച്ചു കൂട്ടാനും മരണം റബ്ബ് തൃപ്തിപ്പെട്ട അവസ്ഥയിലാകാനും നാളെ സച്ചരിതരോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അല്ലാഹു മുത്തഖീങ്ങൾക്ക് സജ്ജമാക്കി വെച്ചിട്ടുള്ള ജന്നാത്തുൽ ഫിർദൗസ് അനന്തരമെടുക്കുവാനുമുള്ള മഹാഭാഗ്യം നൽകി നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ സ്നേഹത്തിന്റെ താല്പര്യങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ പുതുമയിൽ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽ ചില കാര്യങ്ങൾ പെടുത്തുകയുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മറ്റു ചില സംഗതികൾ ഇന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. യഥാർത്ഥ പ്രവാചക സ്നേഹം പ്രവാചക അനുയായികളിൽ നിന്നും എന്താണ് താല്പര്യപ്പെടുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കാനുള്ളത്. അത് പറയുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളുന്ന മുസ്ലിം സമുദായത്തിൻ്റെ നിലവിലുള്ള അവസ്ഥയെക്കുറിച്ച് ഒരാമുഖം നല്ലതാണെന്ന് തോന്നുകയാണ്. ദാഹിച്ചു വലഞ്ഞ മനുഷ്യൻ തൊട്ടു മുമ്പിൽ ശുദ്ധമായ ജലത്തിന്റെ ഉറവ
ആ ശുദ്ധമായ ജലത്തിന്റെ ഉറവ ഗൗനിക്കാതെ അഴുക്കുചാലിലെ മലിനജലം കൊണ്ട് ദാഹം തീർക്കാൻ ശ്രമിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരമായി പരിശുദ്ധ ഖുർആനാകുന്ന ദൈവികമായ ഉറവ കയ്യിലുണ്ടായിരിക്കെ അതിൽ നിന്ന് ദാഹശമനം വരുത്താതെ മറ്റു പല അധാർമിക ദർശനങ്ങളുടെയും സിദ്ധാന്തങ്ങളുടെയും ഇസങ്ങളുടെയും അഴുക്കുചാലിൽ നിന്നും ദാഹവും ദാരിദ്ര്യവും തീർക്കാനാണ് മുസ്ലിം ഉമ്മത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തമായ ഒരു സംസ്കാരവും ആദർശവും നമ്മുടെ കയ്യിലുണ്ടായിരിക്കെ പാശ്ചാത്യന്റെയും പൗരസ്ത്യന്റെയും പുറകെ അന്തംകെട്ട അനുകരണ ഭ്രമവുമായി ഓടുകയാണ് മുസ്ലിം ഉമ്മ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. സ്വന്തം വീട്ടിനകത്ത് അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ തന്നെ പ്രഗത്ഭനും സമർത്ഥനുമായ നല്ല കാര്യക്ഷമതയുള്ള ഡോക്ടർ ഉണ്ടായിരിക്കെ അത് ഗൗനിക്കാതെ ഏതോ മുറിവൈദ്യന്റെ അല്ലെങ്കിൽ വ്യാജ ഡോക്ടറുടെ അടുത്ത് ചികിത്സിക്കാൻ പോകുന്നവരുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്വന്തം വീട്ടിലെ ഭക്ഷണ മേശയിൽ ഡൈനിങ് ടേബിളിൽ വളരെ വിഭവസമൃദ്ധമായ സദ്യ തയ്യാറായിരിക്കെ അന്യന്റെ അടുക്കളക്ക് പുറകിൽ എച്ചിലുകൾക്ക് വേണ്ടി കൈനീട്ടുന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളൊരൽപ്പം ആലോചിച്ചാൽ ഇതൊക്കെയാണ് മുസ്ലിം സമുദായത്തിന്റെ നിലവിലുള്ള അവസ്ഥ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യന്റെ ഐഹികമായ ക്ഷേമവും പാരത്രികമായ വിജയവും ഉറപ്പു നൽകുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാം, ആ ഇസ്ലാം ആകുന്ന അമൂല്യമായ ഒരു വ്യവസ്ഥ കയ്യിലിരിക്കുകയാണ്. പല ഇസങ്ങൾക്ക് പുറകെ പല വർണ്ണങ്ങളിലുള്ള കൊടികൾക്ക് പിന്നെയും പല താല്പര്യക്കാരുടെ പുറകെയും ഈ സമുദായം പോയിക്കൊണ്ടിരിക്കുന്നത് പല ഭൗതിക മോഹങ്ങളുടെയും താല്പര്യങ്ങളുടെയും വിജയത്തിനു വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ലോകാവസാനം വരെ അള്ളാഹു തന്നെ നിലനിർത്തിയ അള്ളാഹുവിന്റെ ഗ്രന്ഥവും ലോകാനുഗ്രഹിയായി അയക്കപ്പെട്ട ഒരു പ്രവാചകന്റെ ജീവിത മാതൃകയും കൂടെ ഉണ്ടായിട്ട് ലോകാവസാനം വരെ അള്ളാഹ് തന്നെ നിലനിർത്തിയ പടച്ചവന്റെ ഗ്രന്ഥവും ലോകാനുഗ്രഹിയായി അള്ളാഹു നിശ്ചയിച്ചയച്ച ഒരു പ്രവാചകന്റെ ജീവിത മാതൃകയും കൂടെ ഉണ്ടായിട്ട് ഈ സമുദായം ഇന്നകപ്പെട്ട ദുരവസ്ഥയുടെ നിന്ദ്യതയുടെയും അധപ്പതനത്തിന്റെയും കാരണങ്ങൾ ചെയ്യുമ്പോൾ ആ പറഞ്ഞ രണ്ടിനെയും ഈ ഉമ്മത്ത് എങ്ങനെ കാണുന്നു എന്ന് മാത്രം പരിശോധിച്ചാൽ മതി. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമുക്കറിയാം. ഈ സമുദായത്തോട് തന്റെ ഉമ്മത്തിനോട് ഏറെ കാരുണ്യം പുലർത്തിയ പ്രവാചകനായിരുന്നു. തന്റെ ഉമ്മത്തിന്റെ വിജയത്തിന്റെ കാര്യത്തിൽ അങ്ങേയറ്റത്തെ താല്പര്യവും സമുദായത്തിന്റെ വലാലത്തിന്റെ കാര്യത്തിൽ വല്ലാത്ത ആശങ്കയും ഉണ്ടായിരുന്നു അഷ്റഫുൽ ഖൽഖിന്. ആ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുന്നതിന് തൊട്ടു മുമ്പ് തന്റെ ജീവിതത്തിന്റെ അവസാന കാലത്ത് ഹജ്ജ് നിർവഹിക്കാൻ എത്തിയ സന്ദർഭത്തിൽ അറഫയുടെ വിശാലമായ താഴ്വരയിൽ സമ്മേളിച്ച തന്റെ ഉമ്മത്തിന്റെ പ്രതിനിധികളെ ഏറെ അനുകമ്പയോടും ഗുണകാംക്ഷയോടും കൂടി അഷ്റഫുൽ ഖൽഖ് ഈ ഉമ്മത്തിന് ചില വസിയത്തുകൾ നൽകുകയുണ്ടായി. ഇസ്മഉ വഅതിഉ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച പ്രഭാഷണത്തിൽ എന്നെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്ന് റസൂലുള്ളാഹ് തന്റെ ഉമ്മത്തിനോട് എന്നല്ല തന്റെ ഉമ്മത്തിന്റെ പ്രതിനിധികളായി അവിടെ തടിച്ചുകൂടിയിരുന്ന ആളുകളോട് ആവശ്യപ്പെട്ടു. അവിടുന്ന് തന്റെ സംസാരത്തിന്റെ പറയുകയുണ്ടായി, ഒരുപക്ഷെ ഇതുപോലെ ഇനി നിങ്ങളെ ഇവിടെ വെച്ച് അടുത്ത വർഷം അഭിമുഖീകരിക്കാൻ എനിക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഇങ്ങനെ ഒരു വർത്തമാനം പ്രവാചകന്റെ നാവിൽ നിന്നും കേട്ട സഹാബികൾ റസൂലുള്ളാഹി വിടവാങ്ങലിനെ കുറിച്ച പരോക്ഷ സൂചനയാണോ എന്ന് ഓർത്തുകൊണ്ട് അവരിൽ പലരും വിങ്ങിപ്പൊട്ടുകയുണ്ടായി. തന്റെ അനുയായികളുടെ മനസ്സ് വായിച്ചെടുത്ത റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നതി. രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടേച്ചു കൊണ്ടാണ് ഞാൻ പോകുന്നത്. അവ നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾക്കൊരിക്കലും വഴിപിഴക്കുകയില്ല. വളരെ വിശാലമായ അർത്ഥമാണ് ആ പ്രയോഗത്തിനുള്ളത്. ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ, നിങ്ങൾ ഒരിക്കലും തന്നെ ലലാനത്തിൽ അകപ്പെടുകയില്ല.
നിങ്ങൾക്ക് വിരല് കടിക്കേണ്ടി വരികയില്ല. ഖേദം തീർക്കാൻ മാത്രം വിരലുകൾ ബാക്കിയില്ലാതെ തലതല്ലി ചാകേണ്ടി വരുന്ന ദുരവസ്ഥ എന്റെ ഉമ്മത്തിന് സംഭവിക്കുകയില്ല. അന്യന്റെ അടുക്കളക്ക് പുറകിൽ എച്ചിലുകൾക്ക് വേണ്ടി കൈനീട്ടേണ്ട ഒരു ഗതികേട് എന്റെ അനുയായികൾക്ക് സംഭവിക്കുകയില്ല. അഴുക്കുചാലിലെ മലിനജലം കുടിച്ചുകൊണ്ട് ദാഹം തീർക്കേണ്ടി വരികയില്ല. പല കൊടികളും പിടിച്ച് പലർക്കും ജൈവിളിച്ച് ഒരു കൊടി കൊണ്ടും രക്ഷ കിട്ടാതെ അവസാനം അസ്തിത്വം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഗതികേട് എന്റെ ഉമ്മത്തിന് സംഭവിക്കുകയില്ല. പാശ്ചാത്യന്റെ ആട്ടും പൗരസ്ത്യന്റെ തുപ്പും സഹിച്ച് അടിമകളെ പോലെ നിന്ദ്യത പേറി ജീവിക്കേണ്ട ദുർഗതി ഈ ഉമ്മത്തിന് സംഭവിക്കുകയില്ല. നിങ്ങളുടെ ജീവിതത്തിന് മാർഗദർശനമായി വിശുദ്ധ ഖുർആൻ അവലംബമാക്കുകയാണെങ്കിൽ ആ ഗ്രന്ഥത്തിലെ നിർദ്ദേശങ്ങളുടെ പ്രായോഗിക മാതൃക ആദ്യ തഫ്സീർ എന്റെ ചര്യ റസൂലുള്ളാഹിന്റെ ചര്യയെ ഉൾക്കൊള്ളാൻ ഉമ്മത്ത് മുസ്ലിമ തയ്യാറാവുകയാണെങ്കിൽ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഗതികേടുകൾക്കൊന്നും ഈ ഉമ്മത്തിന് ഇടവരികയില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് നൽകിയ വാഗ്ദാനമാണ്. പ്രിയമുള്ളവരെ, ഈ സമുദായത്തിന്റെ പുരോഗതിയുടെയും ക്ഷേമത്തിന്റെയും മാർഗം അവർ അള്ളാഹുവിന്റെ ഗ്രന്ഥം മുറുകെ പിടിക്കുകയും പ്രവാചക ചര്യയിൽ നിന്നും മാതൃക സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ അതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയുമാണെന്ന് റസൂലുള്ളാഹി ഈ സമുദായത്തോട് വസിയത്ത് ചെയ്യുകയാണ്. ഈ വസിയത്ത് ഈ സമുദായം നടപ്പിലാക്കിയോ? റസൂലുള്ളാഹിന്റെ വസിയത്ത് ഒരു സാധാരണക്കാരന്റെ വസിയത്ത് പോലെയല്ലല്ലോ. സാധാരണഗതിയിൽ ഉള്ള വസിയത്തിനോട് അടുത്ത ബന്ധുക്കൾ, നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ മരണാസന്ന സമയത്ത് വസിയത്ത് ചെയ്താൽ, അതല്ലെങ്കിൽ ജീവിതകാലത്ത് തന്നെ തന്റെ മരണശേഷം ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ആരെങ്കിലും വസിയത്ത് ചെയ്താൽ, അടുത്ത ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം അത് നടപ്പിലാക്കാൻ, അത് പൂർത്തീകരിക്കാൻ അവർ അങ്ങേയറ്റം ജാഗ്രത പുലർത്തും. റസൂലുള്ളാഹിന്റെ വസിയത്ത് എന്ന് പറയുന്നത് തന്റെ കുടുംബത്തോടല്ലല്ലോ. പ്രവാചകന്റെ വസിയത്ത് ഈ ഉമ്മത്തിനോടായിരുന്നു. അന്ത്യപ്രവാചകന്റെ അന്ത്യോപദേശത്തോട്, അഷ്റഫുൽ ഖൽഖിന്റെ ആഖിരി വസിയത്തിനോട് പ്രിയമുള്ളവരെ, ഈ സമുദായം എന്ത് നിലപാടാണ് പുലർത്തിയത്? എന്ത് സമീപനമാണ് സമുദായം സ്വീകരിച്ചത് എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കുക. വിശുദ്ധ ഖുർആനും എന്റെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണം, കൈവിടാതെ മുറുകെ പിടിക്കണമെന്ന് റസൂലുള്ള വസിയത്ത് ചെയ്യുമ്പോൾ അതിനർത്ഥം പ്രവാചകന്റെ മാതൃക ജീവിതത്തിലേക്ക് പകർത്തണമെന്നാണല്ലോ. ഏതൊരു ദൗത്യത്തിന് വേണ്ടിയാണോ റസൂലുള്ള ഈ ലോകത്തേക്ക് വന്നതും ജീവിച്ചതും, ആ ദൗത്യം നിർവഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ ചുമതലപ്പെടുത്തിയതും ഉമ്മത്ത് മുസ്ലിമയെ ഏൽപ്പിച്ചതുമായ ആ ദൗത്യമാർഗത്തിൽ മുന്നോട്ട് പോകാൻ, അത് സ്വന്തം ജീവിത ലക്ഷ്യമായി സ്വീകരിച്ച് അതിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി നിരന്തരം പണിയെടുക്കാനും പരിശ്രമിക്കാനും മുസ്ലിം ഉമ്മ ബാധ്യസ്ഥമാവുകയല്ലേ ഈ വസിയത്ത് ഏറ്റെടുക്കുക വഴി ചെയ്യുന്നത്? ലഖദ് കാന ലക്കും റസൂലുള്ളാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വ ദക്കറല്ലാഹ കസീറ. അല്ലാഹുവിന്റെ പ്രീതിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, പടച്ചവന്റെ ഇഷ്ടമാണ് നിങ്ങൾ തേടുന്നതെങ്കിൽ, അന്ത്യദിനത്തിലെ വിജയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, പടച്ചവനെ ധാരാളമായി സ്മരിക്കുന്നതും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഏറ്റവും ഉദാത്തമായ, ഉത്തമമായ, ഉത്കൃഷ്ടമായ മാതൃകയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ അവകാശപ്പെടുന്നത് പടച്ചവന്റെ തൃപ്തിയാണ് നമുക്ക് ഏറ്റവും പ്രധാനമെന്നാണ്. അള്ളാന്റെ ഇഷ്ടത്തിനപ്പുറത്ത് നമുക്കൊരു ഇഷ്ടവുമില്ല എന്നതാണ്. ഇത് വിശ്വാസത്തിന്റെ അനിവാര്യ നേട്ടവുമാണ്. വിശ്വാസത്തിന്റെ അനിവാര്യ നേട്ടമാണ് പടച്ചവനും പ്രവാചകനും ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കുക എന്നത്. ഞാൻ ഈ ഖുത്ബയുടെ ആരംഭത്തിൽ ഓതിയ ആയത്ത് സൂറത്ത് തൗബയിൽ നിന്നുള്ളതാണ്. ഖുൽ ഇൻ കാന ആബാഉകും വ അബ്നാഉകും വ ഇഖ്വാനുകും വ അസ്വാജുകും വ അശീറത്തുകും വ അംവാലുൻ ഇഖ്തറഫ്തുമുഹാ വ തിജാറത്തുൻ തഖ്ശൗന കസാദഹാ വ മസാകിനു തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലിഹി. മുമ്പും ഈ ആയത്ത് ഇവിടെ പാരായണം ചെയ്തിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ദുനിയാവിലെ താല്പര്യങ്ങൾ, അതല്ലെങ്കിൽ ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ, സ്വപ്നങ്ങൾ, സുഖങ്ങൾ, സന്തോഷങ്ങൾ, ഇതൊക്കെയും ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്ന 8 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറയുകയാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കച്ചവടം, നിങ്ങൾ സമ്പാദിച്ചു വെച്ച നിങ്ങളുടെ മുതലുകൾ, നിങ്ങൾ പണിതുയർത്തിയ നിങ്ങളുടെ ഭവനങ്ങൾ, ഈ 8 കാര്യത്തിനപ്പുറത്ത് എന്താണ് ഒരു മനുഷ്യൻ ഈ ലോകത്ത് തന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ ബന്ധിപ്പിച്ചു നിർത്തിയിട്ടുള്ളത്?
അതിലേറ്റവും പരമപ്രധാനമായ 8 കാര്യങ്ങളാണ് അല്ലാഹു പറയുന്നത്. ഈ 8 കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി. ഈ പറഞ്ഞ സംഗതികളൊക്കെയാണ് നിങ്ങൾക്ക് അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും വജിഹാദിൻ ഫീ സബീലിഹി, പടച്ചവന്റെ മാർഗത്തിലുള്ള അവന്റെ ദീനിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളെക്കാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതെങ്കിൽ ഫതറബ്ബസു ഹത്താ യുതി അല്ലാഹു ബി അംരി, പടച്ചവൻ നിങ്ങളുടെ കാര്യത്തിൽ അവന്റെ കൽപ്പന എപ്പോഴാണ് നടപ്പിലാക്കുന്നത് എന്നത് മാത്രമാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനുള്ളത്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അല്ലാഹു ദുർമാർഗികളായ ഫാസിഖുകളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗം നൽകുകയില്ല എന്ന് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്നേഹത്തിന്റെ മുൻഗണനാക്രമങ്ങൾ, പ്രിയമുള്ളവരെ, നമ്മൾ ആത്മപരിശോധന നടത്തണം. നമുക്ക് ഈ ദുനിയാവിൽ ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ്? അട്ടിമറിക്കപ്പെട്ട മുൻഗണനാക്രമങ്ങൾ കൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ചോദിക്കണം. നമുക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് പടച്ചവനും പ്രവാചകനും പടച്ചവന്റെ മാർഗത്തിലുള്ള പ്രയത്നങ്ങളും പരിശ്രമങ്ങളും ആയി തീരുക എന്ന് നമ്മുടെ വിശ്വാസത്തിന്റെ താല്പര്യമാണ്. പടച്ചവന്റെ ഹൃദയിൽ ചലിക്കുവാനുള്ള യോഗ്യതയായി അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറയുകയാണ്. ഈ പറഞ്ഞ മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും ഇണകളും നമ്മുടെ ബന്ധുക്കളും നമ്മൾ പണിപ്പെട്ടുണ്ടാക്കിയ നമ്മുടെ മുതലുകളും മുടങ്ങിപ്പോകുമെന്ന് നമ്മൾ ഭയപ്പെടുന്ന കച്ചവടവും നമ്മുടെ പ്രിയപ്പെട്ട ഭവനങ്ങളും, ഇതിനേക്കാളൊക്കെ നമ്മുടെ ഇഷ്ടത്തിൽ നമ്മുടെ സ്നേഹത്തിൽ നമുക്ക് മുൻഗണന നൽകാൻ കഴിയണം അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ഒക്കെ. അതിനെത്രത്തോളം നമുക്ക് കഴിയുന്നുണ്ട്? ആശയപരമായിട്ടും താത്വികമായിട്ടും അല്ല ഖുർആൻ പറയുന്നത്. പ്രായോഗിക ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്ന ഇടങ്ങളിൽ പടച്ചവന്റെ താല്പര്യം, പ്രവാചകന്റെ താല്പര്യം, അത് ഈ പറഞ്ഞ 8 താല്പര്യങ്ങളുമായി ഇടയുന്ന സന്ദർഭത്തിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നാണ് പരിശോധിക്കപ്പെടേണ്ടത്. നമ്മുടെ നിലപാട് അവിടെ എന്തായിരിക്കും എന്നാണ് പരിശോധിക്കപ്പെടേണ്ടത്. അങ്ങനെ പടച്ചവനാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെങ്കിൽ, അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനി യുഹിബ്ബുകുമുല്ലാഹ്, പ്രവാചകരെ വളരെ കൃത്യമായി വ്യക്തമാക്കി കൊടുത്തേക്കുക. പടച്ചവന്റെ നിലപാട് പ്രഖ്യാപിച്ചേക്കുക. നിങ്ങൾ അള്ളാഹുവിനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ, പടച്ചവനോടുള്ള സ്നേഹമാണ് നിങ്ങൾക്ക് വലുത് എന്ന അവകാശവാദം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഒരൊറ്റ വഴിയെ നിങ്ങളുടെ മുമ്പിലുള്ളൂ, ഫത്തബിഉനി, റസൂലിനെ പിന്തുടരുക എന്നത് മാത്രമാണ്. റസൂലുള്ളാഹിനെ ഇത്തിബാ ചെയ്യുക എന്നത് മാത്രമാണ്. യുഹിബ്ബുകുമുല്ലാഹ്, അപ്പോഴാണ് അള്ളാഹുവിന്റെ സ്നേഹത്തിന് നിങ്ങൾ അർഹത നേടുന്നത്. അള്ളാഹിന്റെ സ്നേഹത്തിന് അർഹത നേടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് ലഭ്യമാകുന്നിടത്ത് പ്രവാചകനെ പിന്തുടരുക എന്ന ഒരൊറ്റ വഴി മാത്രമാണ് അള്ളാഹു നമ്മുടെ മുമ്പിൽ വെച്ച് തരുന്നത്. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനി. ഇനി ആ റസൂലുള്ളാഹിനെ പിന്തുടരുന്നവരുടെ സ്വഭാവം പരിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുന്നുണ്ട്. 6734 ആയത്തുകളിൽ കേവലം 2 ആയത്തുകൾ മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി. 2 ആയത്തുകൾ. ഒന്ന് സൂറത്ത് ആൽ ഇംറാനിലുള്ളതാണ്, മറ്റൊന്ന് സൂറത്ത് യൂസുഫിലുള്ളതാണ്. പ്രവാചകരെ അവർ പിന്തിരിഞ്ഞു പോകുന്നുവെങ്കിൽ അവരോട് പറഞ്ഞേക്കുക, അസ്ലംതു വജ്ഹിയ ലില്ലാഹ്, ഞാൻ എന്നെ എന്റെ നാഥന് സമർപ്പിച്ചിരിക്കുകയാണ്, ഞാൻ എന്റെ ജീവിതത്തെ എന്റെ റബ്ബിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്, എന്റെ റബ്ബിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത ജീവിതത്തിന്റെ ഉടമയാണ് ഞാൻ എന്ന് അവരോട് പറഞ്ഞേക്കുക. വമനിത്തബഅനി, എന്നെ പിന്തുടർന്നവർ, എന്നെ പിൻപറ്റിയവർ. അപ്പോ അള്ളാഹുവിന്റെ പ്രവാചകനെ പിന്തുടരുക എന്നത് പടച്ചവനോടുള്ള നമ്മുടെ സ്നേഹത്തിന്റെ അനിവാര്യ താല്പര്യമാണെന്ന് റബ്ബ് തന്നെ വ്യക്തമാക്കുന്നു. അങ്ങനെ പ്രവാചകനെ പിന്തുടരുന്നവരുടെ ഒന്നാമത്തെ സവിശേഷത, അടയാളമായി പ്രവാചകനോട് തന്നെ പറയാൻ അള്ളാഹു ആവശ്യപ്പെടുന്നത്, അസ്ലംതു വജ്ഹിയ ലില്ലാഹ്, അള്ളാഹുവിന് എന്റെ ജീവിതത്തെ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. വമനിത്തബഅനി, പ്രവാചകരെ പറഞ്ഞേക്കാത്ത എന്നെ പിന്തുടർന്നവരും. അപ്പൊ പ്രവാചകനെ പിന്തുടരുന്നവരാണ്, റസൂലുള്ളാഹിനെ ഇത്തിബാ ചെയ്യുന്നവരാണ് എന്ന അവകാശവാദം സത്യസന്ധമായി തീരണമെങ്കിൽ ജീവിതത്തെ പടച്ചവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാൻ കഴിയണം എന്നതാണ് ഒന്നാമത്തേത്. അങ്ങനെ സാധിക്കുന്നുണ്ടോ എന്നാണ് ഞാനും നിങ്ങളും ആത്മപരിശോധന നടത്തേണ്ടത്. ജീവിതം കടന്നു പോകുന്ന ഇടങ്ങളിലൊക്കെയും നാഥന്റെ ഇഷ്ടത്തിന് പ്രഥമ പരിഗണന നൽകാൻ സാധിക്കുക. മൻ അഹബ്ബ ലില്ലാഹി വഅബഗദ ലില്ലാഹി വഅഅത ലില്ലാഹി വമനഅ ലില്ലാഹി ഫഖദ് ഇസ്തക്മല അൽ ഈമാൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുക, പടച്ചവന് വേണ്ടി വെറുക്കുക, അല്ലാഹുവിന് വേണ്ടി കോപിക്കുക, പടച്ചവന് വേണ്ടി നൽകുക, അല്ലാഹുവിന് വേണ്ടി തടയുക. അങ്ങനെ ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും
എല്ലാത്തിന്റെയും അടിസ്ഥാനം റബ്ബിന്റെ റിളയായി തീരുക, നാഥന്റെ തൃപ്തിയായി തീരുക. ഇത് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം പരിമിതമല്ല. അസ്ലംതു വജ്ഹിയ ലില്ലാഹ്, ഞാൻ എന്റെ ജീവിതത്തെ അള്ളാഹുവിന് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം കടന്നു പോകുന്ന ഇടങ്ങളിലൊക്കെയും ഈ ഒരു നിലപാട് ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂസുഫിൽ പ്രവാചകനോട് തന്നെ പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അനാ വമനിത്തബഅനി. പ്രവാചകരെ പറഞ്ഞേക്കുക, ഹാദിഹി സബീലി, ഇതാണ് എന്റെ വഴി, ഇതാണ് എന്റെ മാർഗം, അദ്ഉ ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്ക് വിളിക്കുന്നവനാണ്, പടച്ചവനിലേക്ക് വിളിക്കുന്നവനാണ്, അലാ ബസീറത്തിൻ, തികഞ്ഞ ഉൾക്കാഴ്ചയോടുകൂടി, അനാ വമനിത്തബഅനി, ഞാനും എന്നെ പിന്തുടർന്നവരും ഞാനും എന്നെ പിൻപറ്റിയവരും നല്ല ഉൾക്കാഴ്ചയോടുകൂടി അള്ളാഹുവിന്റെ അടിയാറുകളെ പടച്ചവനിലേക്ക് ക്ഷണിക്കുന്നവരും വിളിക്കുന്നവരുമാണ്. ഇതാണ് എന്റെ മാർഗമെന്ന് പഠിപ്പിച്ചേക്കുക. അപ്പൊ പ്രിയമുള്ളവരെ, ഈ 3 ആയത്തുകൾ നമ്മൾ ഒന്ന് കൂട്ടി വായിക്കുക. ഒന്ന്, അള്ളാഹുവിനോടുള്ള സ്നേഹം നമുക്ക് ആത്മാർത്ഥമാണെങ്കിൽ, പടച്ചവനെ സ്നേഹിക്കുന്നു എന്ന അവകാശവാദം സത്യസന്ധമാണെങ്കിൽ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനി യുഹിബ്ബുകുമുല്ലാഹ്, പ്രവാചകരെ അവരോട് തെളിച്ചു പറഞ്ഞേക്കുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരുക, പ്രവാചകനെ പിൻപറ്റുക എന്നത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള വഴി. ആ സ്നേഹപ്രകടനത്തിന്റെ മാർഗം അതാണ്. യുഹിബ്ബുകുമുല്ലാഹ്, അപ്പൊ അല്ലാഹ് നിങ്ങളെ സ്നേഹിക്കും. അങ്ങനെ പ്രവാചകനെ പിന്തുടരാൻ തീരുമാനിച്ച വിശ്വാസികളുടെ 2 ക്വാളിറ്റി, ഈ 2 ക്വാളിറ്റി മാത്രം നമ്മൾ നോക്കിയാൽ മതി. 6234 ആയത്തുകളിൽ 2 ആയത്തുകൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഫഇൻ ഹാജൂക ഫഖുൽ അസ്ലംതു വജ്ഹിയ ലില്ലാഹ് വമനിത്തബഅനി, ഞാനും എന്നെ പിന്തുടർന്നവരും ഞാനും എന്നെ ഇത്തിബാ ചെയ്യുന്നവരും അള്ളാഹുവിന് ജീവിതത്തെ സമർപ്പിച്ചവരാണ്, പടച്ചവന് വിട്ടുകൊടുത്ത ജീവിതത്തിന്റെ ഉടമകളാണ്. നമ്മുടെ ഇഷ്ടത്തെക്കാളും അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് പ്രഥമ പരിഗണന നൽകാൻ തീരുമാനിച്ചവരാണ്. രണ്ടാമത്തേത്, ഏതൊരു ദീനിനാണോ നമ്മളെ സമർപ്പിച്ചിരിക്കുന്നത്, ഏതൊരു അള്ളാഹുവിന്റെ ഇഷ്ടത്തിനാണോ നമ്മൾ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുത്തിട്ടുള്ളത്, ആ അള്ളാഹുവിലേക്ക് അവന്റെ അടിയാറുകളെ വിളിക്കുന്നവരാണ്. ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറ അന വമനിത്തബഅനി, ഞാനും എന്നെ പിന്തുടർന്നവരും പടച്ചവനിലേക്ക് അള്ളാഹുവിലേക്ക് അവന്റെ അടിയാറുകളെ വിളിക്കുന്നവരാണ്, തികഞ്ഞ ഉൾക്കാഴ്ചയോടുകൂടി വിളിക്കുന്നവരാണ് എന്ന് പ്രവാചകനോട് പറയാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഈ 2 ക്വാളിറ്റി ജീവിതത്തിൽ പാലിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുക എന്നതാണ് നമ്മുടെ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ താല്പര്യം. പ്രവാചകനെ പിന്തുടരുന്നതിന്റെ അനിവാര്യമായ യോഗ്യത അല്ലെങ്കിൽ അനിവാര്യമായ ജീവിത നിലപാടുകൾ എന്ന് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചക ജീവിതം നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പ്രവാചകന്റെ ബഹുമുഖമായ വ്യക്തിത്വങ്ങളെ കുറിച്ച് ധാരാളമായി നമ്മൾ കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നവരാണ്. ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അനുകരണീയമായ ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും ഏറ്റവും മാതൃകായോഗ്യമായ, ഏറ്റവും അനുകരണീയമായ മാതൃക സമ്മാനിച്ച പ്രവാചകൻ എന്നാണ് നമ്മൾ റസൂലുള്ളാഹിനെ കാണുന്നത്. ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ ഏറ്റവും മികച്ച കുടുംബനാഥനായിരുന്നു പ്രവാചകൻ, ഏറ്റവും മികച്ച ന്യായാധിപനായിരുന്നു പ്രവാചകൻ, ലോകം കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരിയായിരുന്നു പ്രവാചകൻ, നല്ല ഭർത്താവും നല്ല പിതാവുമായിരുന്നു പ്രവാചകൻ, മികച്ച അധ്യാപകനായിരുന്നു പ്രവാചകൻ, ഏറ്റവും മികച്ച ഇമാമും ധീരനായ പോരാളിയും പ്രഭാഷകനുമായിരുന്നു പ്രവാചകൻ. ഇങ്ങനെ പ്രവാചക ജീവിതത്തിന്റെ ബഹുമുഖമായ മേഖലകളെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പ്രവാചക ജീവിതത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പരമപ്രധാനമായ വശം എന്ന് പറയുന്നത് ആദ്യാവസാനം ഒരു പ്രബോധകനായിരുന്നു പ്രവാചകൻ എന്നതാണ്. ആദ്യാവസാനം ഒരു പ്രബോധകനായിരുന്നു പ്രവാചകൻ എന്നതാണ്. ഹിറാ ഗുഹയിൽ നിന്നും വഹീ ലഭിച്ച നിമിഷം മുതൽ, നുബുവത്തിന്റെ ആദ്യാക്ഷരങ്ങൾ ലഭ്യമായ ദിവസം മുതൽ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയും ഒരു പ്രബോധകനായ പ്രവാചകനെയാണ് നബിചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നല്ല, റസൂലുള്ളാഹിന്റെ മനസ്സ് ഏറ്റവും കൂടുതൽ അസ്വസ്ഥമായിരുന്നതും ഏറെ വ്യാകുലപ്പെട്ടിരുന്നതും തന്റെ സമൂഹത്തിന്റെ, തന്റെ ജനതയുടെ ഹിദായത്തിന്റെ കാര്യത്തിലായിരുന്നു. വ്യത്യസ്ത സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, ഒരു ഘട്ടത്തിൽ പടച്ചവന് പ്രവാചകനെ ആശ്വസിപ്പിക്കേണ്ടി വരുമാറ് ആ ജനത സന്മാർഗത്തിലേക്ക് വരുന്നില്ലല്ലോ എന്നാലോചിച്ച് വിശ്വാസികളാകാത്തതിന്റെ പേരിൽ പ്രവാചകരെ താങ്കൾ സ്വന്തത്തെ തന്നെ ഖനിച്ചേക്കുമോ എന്ന് അള്ളാഹു ആശങ്കപ്പെടുമാറ്
പ്രവാചകന്റെ മനസ്സ് തന്റെ ജനതയുടെ ഹിദായത്തിന്റെ കാര്യത്തിൽ വ്യാകുലപ്പെട്ടിരുന്നു, ആശങ്കപ്പെട്ടിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓരോ സന്ദർഭത്തിലും, ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും പ്രവാചകൻ ഉയർത്തിപ്പിടിച്ച മനസ്സ് തന്റെ ജനതയുടെ ഹിദായത്തിന്റെ കാര്യത്തിലായിരുന്നു. റസൂലുള്ളാഹിനെ കരയിപ്പിച്ച ആയത്താണ്. പ്രവാചകൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഖുർആൻ ഓതി കേൾപ്പിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇബ്നു മസ്ഊദ് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകരെ, താങ്കൾക്കല്ലേ ഖുർആൻ അവതീർണമായത്, പക്ഷേ അത് മറ്റുള്ളവരിൽ കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞ് ഇബ്നു മസ്ഊദ് ഓതാൻ ആരംഭിച്ചു. സൂറത്തുൽ നിസാ ആരംഭിച്ചു. ആ ആയത്തുകൾ ഇങ്ങനെ കടന്നുപോയി ഇവിടെ എത്തിയപ്പോൾ ഇവിടെ എത്തിയപ്പോൾ റസൂലുള്ളാഹി നിർത്താൻ പറയാണ്. ഖുർആൻ എത്ര കേട്ടാലും മതിവരാത്ത പ്രവാചകൻ ഖുർആൻ പാരായണം നിർത്താൻ ആവശ്യപ്പെട്ടതില് എന്തുകൊണ്ടായിരിക്കുമെന്ന് ആശ്ചര്യപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കുന്ന ഇബ്നു മസ്ഊദ് കാണുന്നത് പ്രവാചകന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ പൊഴിയുന്നതാണ്. താടി രോമങ്ങളെ നനച്ചുകൊണ്ടത് നെഞ്ചിലേക്ക് ഊർന്നിറങ്ങുന്നതാണ്. പ്രവാചകനെ കരയിപ്പിച്ചത് ഇതാണ്. അന്ന് പ്രവാചകരെ ഓരോ ജനതയുടെയും സാക്ഷിയായി നാം ഓരോരുത്തരെ കൊണ്ടുവരും. ഓരോ ജനതകൾക്കും നാം സാക്ഷികളെ കൊണ്ടുവരും. ഈ ജനങ്ങൾക്ക് സാക്ഷിയായി താങ്കളെയും നാം എഴുന്നേൽപ്പിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന അവിടെ എത്തിയപ്പോഴാണ് പ്രവാചകൻ കരയുന്നത്. നമ്മൾ പലതവണ ഈ ആയത്തുകളിലൂടെ കടന്നു പോകുന്നുണ്ട് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ. പക്ഷേ നമുക്കതൊരു അസ്വസ്ഥതയും ഉണ്ടാക്കുന്നില്ല, ഒരു ബേജാറും നമുക്കുണ്ടാക്കുന്നില്ല. തന്റെ ജനത സന്മാർഗം സ്വീകരിച്ചില്ലെങ്കിൽ നാളെ ലഭിക്കാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച് ഓർത്ത്, അവരുടെ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രമാത്രം ആശങ്കപ്പെട്ടിരുന്നു എന്ന് നമ്മൾ അറിയുകയാണ്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, അള്ളാഹുവിനോടും അവന്റെ പ്രവാചകനോടുമുള്ള സ്നേഹം പ്രിയമുള്ളവരെ പ്രകടിപ്പിക്കേണ്ടത് ആ പടച്ചവന്റെ കൽപ്പനയും റസൂലിന്റെ മാതൃകയും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ടുവേണം. ആ ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ടാണ് ആ പുണ്യ റസൂലിന്റെ അനുയായികളായ നമ്മൾ പ്രവാചകന്റെ ഉൾത്തുടിപ്പുകൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ മുമ്പിൽ അള്ളാഹുവിന്റെ ദീനിനെ നമുക്ക് ജീവിതം കൊണ്ട് പ്രതിനിധീകരിക്കാൻ കഴിയുമോ? അള്ളാഹുവിന്റെ ദീനിന്റെ നന്മകൾ നമ്മുടെ ജീവിതത്തിലൂടെ അറിയാനും അനുഭവിക്കുവാനുമുള്ള അവസരം സൃഷ്ടിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ? അങ്ങനെ സാധിക്കുന്നിടത്താണ് പ്രിയമുള്ളവരെ പ്രവാചകന്റെ അനുയായികളാണ് നമ്മളെന്ന അവകാശവാദം, റസൂലുള്ളാഹിനെ ഇത്തിബാ ചെയ്യുന്നവരാണ് നമ്മളെന്ന നമ്മുടെ അവകാശവാദം സത്യസന്ധമായി തീരുന്നത്. റഹ്മത്തുൽ ലിൽ ആലമീനായ റസൂലിന്റെ അനുയായികൾ എന്ന നിലക്ക് നമ്മൾ ഈ ലോകത്തിന്, ലോക ജനതയ്ക്ക് പ്രയോജനകരമാകുന്ന അവസ്ഥയിലേക്ക് ഉയർന്നു നിൽക്കാൻ, നമ്മളും ഈ ലോകത്തിന് അനുഗ്രഹമാകുന്ന അവസ്ഥയിലേക്ക് ഉയർന്നു നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ദീനുൽ ഇസ്ലാമും പ്രവാചകനും ഒക്കെ ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിമോചനത്തിന്റെ ദർശനമായ പരിശുദ്ധ ദീനിനെതിരിൽ ആ പരിശുദ്ധ ദീനിനെ പ്രതിക്കൂട്ടിൽ നിർത്തുവാനുള്ള പ്രതിയോഗികളുടെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ, നാൾക്ക് നാൾ അത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ, ഈ കാലഘട്ടത്തിൽ ദൈവിക ദർശനമായ അള്ളാഹുവിന്റെ ദീനിനെ, ഈ പരിശുദ്ധ ഇസ്ലാമിനെയും റസൂലിന്റെയും ഒക്കെ യഥാർത്ഥ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും സമസൃഷ്ടി സ്നേഹത്തിന്റെയും ഗുണകാംക്ഷയുടെയും ഒക്കെ സന്ദേശം അത് ഈ സമൂഹത്തിൽ നമ്മളിൽ നിന്നല്ലാതെ മറ്റെവിടെ നിന്നാണ് കിട്ടുക? എങ്ങനെയാണ് സമൂഹത്തിന് അത് അറിയാനുള്ള അവസരം ഉണ്ടാവുക? അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നീ ഉമ്മത്തിനെ ഏൽപ്പിച്ച ദൗത്യ നിർവഹണ മാർഗത്തിൽ മുന്നോട്ട് വരിക എന്നതല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റൊരു വഴിയുമില്ല എന്ന് നമ്മൾ അറിയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മുഴുവനും ഈ ദീനിനു വേണ്ടിയുള്ള സാക്ഷ്യമായിരുന്നു. കദാലിക വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ. അള്ളാഹുവിന്റെ റസൂൽ തന്റെ ജീവിതകാലത്ത് ഈ ആദർശത്തിന് സത്യസന്ധമായി സാക്ഷ്യം വഹിച്ച ജീവിതമാണ് കാഴ്ചവെച്ചത്. ആ ദീനിന്റെ സാക്ഷ്യം നിർവഹിക്കാൻ തന്നെയാണ് അള്ളാഹു നമ്മെ ഉത്തമ സമൂഹമാക്കിയത്, ഹൈറു ഉമ്മത്താക്കിയത്. ഈ ഹൈറു ഉമ്മത്തിന്റെ അടിസ്ഥാനം, ഹൈറിയത്തിന്റെ അടിസ്ഥാനം എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളാൽ സാധ്യമാകുന്ന വിധത്തിൽ ഈ ദീനിന്റെ നന്മകളെ സ്വന്തം ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുകയും അസ്ലംതു വജ്ഹിയ ലില്ലാഹ് എന്ന് പറയാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉയർന്നു നിൽക്കുകയും നമ്മൾ സമർപ്പിച്ച ഈ ദീനിന്റെ നന്മകളിലേക്ക് മറ്റു മനുഷ്യർക്ക് അതറിയാനും അനുഭവിക്കുവാനുമുള്ള അവസരം സൃഷ്ടിക്കുന്നിടത്ത് സാധ്യമാകുന്ന വിധം നമ്മുടേതായ സമയവും സമ്പത്തും സംവിധാനങ്ങളും കഴിവുകളും പ്രയോജനപ്പെടുത്തുകയും ചെയ്ത ആത്മനിർവൃതിയോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും.